എല്ലാവർക്കും നമസ്കാരം. സോളിഡ് സ്റ്റേറ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോളിഡ് സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രോങ് കൊഹീസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൊഹീസീവ് ഫോഴ്സസ്, അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സോളിഡ് മോളിക്യൂൾസിനാണ്. ദെൻ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ ലോക്കലൈസ്ഡ്. അതിന് മൊബിലിറ്റി കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ മൊബിലിറ്റി കുറവ് സോളിഡിനായിരിക്കും. അതുകൊണ്ടാണ് അത് ലോക്കലൈസ്ഡ് എന്ന് പറയുന്നത്. ദേ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി, ഹൈ ഡെൻസിറ്റി ആൻഡ് വെരി സ്മോൾ കംപ്രസിബിലിറ്റി. സോളിഡ് നമുക്കറിയാം, ഗ്യാഷ്യസ് ലിക്വിഡൊക്കെ കംപ്രസ് ചെയ്യാൻ പറ്റും. ഗ്യാഷ്യസ് ഏറ്റവും കൂടുതൽ കംപ്രസിബിലിറ്റി ഉണ്ടാവും, ഏറ്റവും കുറവ് കംപ്രസിബിലിറ്റി സോളിഡിനാണ് ഉണ്ടാവുക. ദെൻ സോളിഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. ആൻഡ് ഹൗ ക്യാൻ വി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ് എന്നുള്ളത് പലപ്പോഴും ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഈ ഇമേജ് തന്നെ നോക്കാം. ക്രിസ്റ്റലൈൻ ഇതാണ്, അമോർഫസ് ഇതാണ്. സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ അറിയാം, ക്രിസ്റ്റലൈനിന് ഒരു വെൽ ഓർഡേർഡ് റെഗുലർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടാവും. അമോർഫസിന് അത് ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഡിഫറൻസസ് നമുക്കൊന്ന് നോക്കാം. ദേ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ജിയോമെട്രിക്കൽ ഫോം, ലോങ് റേഞ്ച് ഓർഡർ, അതായത് വെൽ ഓർഡേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ക്രിസ്റ്റലൈൻ ഉണ്ടാവുക. അമോർഫസ് ആണെങ്കിൽ ദേ ഡോണ്ട് ഹാവ് എ ഡെഫിനിറ്റ് ജിയോമെട്രിക്കൽ ഷേപ്പ്, അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും അമോർഫസിന് ഉണ്ടാവുക. ക്രിസ്റ്റലൈൻ ദേ ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്, ഒരൊറ്റ മെൽറ്റിംഗ് പോയിന്റ്, അതായത് ഒരു പിൻ പോയിന്റ് ആയിട്ട് നമുക്കൊരൊറ്റ മെൽറ്റിംഗ് പോയിന്റിൽ അത് മെൽറ്റാവും. പക്ഷേ അമോർഫസ് ആണെങ്കിൽ അത് പല ടെമ്പറേച്ചറിലായിരിക്കും അത് മെൽറ്റാവുക. ദേ മെൽറ്റ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ്. ദെൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ദേ ആർ റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ. നമുക്കറിയാം സോളിഡ് പൊതുവെ റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ ആണ്. പക്ഷേ അമോർഫസിൽ ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്. They too are usually rigid and cannot be compressed to any appreciable extent. However, graphite is an exception. നമുക്കറിയാം ഗ്രാഫൈറ്റ് സ്ലിപ്പറി ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത് ലൂബ്രിക്കൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും. അത് സോഫ്റ്റ് ആണ്. അത് അത്ര റിജിഡ് അല്ല. അമോർഫസിൽ അങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ദെൻ ക്രിസ്റ്റലൈൻ ദേ ഗിവ് എ ക്ലീൻ ക്ലീവേജ്, അതായത് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള പീസുകളായിട്ട് നമുക്ക് കിട്ടും. കൃത്യമായിട്ടുള്ള ഷേപ്പുകൾ ഉണ്ടാവും ഓരോ പീസസിനും. അമോർഫസ് ആണെങ്കിൽ ദേ ഗിവ് ഇറഗുലർ ക്ലീവേജ്. ദെൻ ക്രിസ്റ്റലൈൻ ദേ ഹാവ് എ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അമോർഫസ് ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ദെൻ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് അനൈസോട്രോപ്പിക് ആണ്. അനൈസോട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ their mechanical properties and electrical properties depend on the direction along which they are measured. ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അമോർഫസ് ഒക്കെ ഐസോട്രോപ്പിക് ആണ്, ക്രിസ്റ്റലൈൻ ഒക്കെ അനൈസോട്രോപ്പിക് ആണ്. ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they have similar physical properties in all directions because the constituents are arranged in random manner. കൺസ്റ്റിറ്റ്യുവൻസ് റാൻഡം മാനറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ അമോർഫസ് സോളിഡിൽ അത് ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് അല്ല. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ എല്ലാ ഡയറക്ഷൻസിലും ഒരേപോലെ ആയിരിക്കും. പക്ഷേ ക്രിസ്റ്റലൈനിൽ നമുക്ക് റെഗുലർ അറേഞ്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് അത് ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ ക്രിസ്റ്റൽ മൊത്തമായിട്ട് നമുക്ക് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു നേച്ചറിനാണ് നമ്മൾ അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. Their mechanical and electrical properties depend upon the direction along which they are measured. Okay. Then, laws of crystallography. Crystallography പറയുന്നതിന് മുമ്പേ വാട്ട് ഇസ് എ ക്രിസ്റ്റൽ, വാട്ട് ഇസ് ക്രിസ്റ്റലോഗ്രാഫി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സോളിഡ് എൻറ്റിറ്റി ഇൻ വിച്ച് its structural units are arranged in a well-ordered, regularly repeating geometrical pattern. നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അമോർഫസ് നമ്മൾ ഇനി പഠിക്കുന്നില്ല. ക്രിസ്റ്റലൈൻ ആണ് ബാക്കിയുള്ള ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. ഓക്കെ, ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ
വെൽ ഓർഡേർഡ് ആയിട്ടുള്ള വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ ഒരു പാറ്റേണിനാണ് നമ്മൾ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ അറേഞ്ച്മെന്റ്സ് ഓഫ് ആറ്റംസ് ഇൻ ക്രിസ്റ്റൽ, arrangements of atoms in crystals is called crystallography. So ഈ ഒരു ക്രിസ്റ്റൽസിൽ എങ്ങനെയാണ് ആറ്റംസിനെ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ക്രിസ്റ്റലോഗ്രാഫി. സോ പ്രധാനമായിട്ടും നമുക്ക് 3 laws of crystallography ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ law of constancy of interfacial angles, second one the law of symmetry, and the third one the law of rationality of indices. So നമുക്ക് ഓരോരോ ലോസ് നോക്കാം. The law of constancy of interfacial angle. So ഈ ലോ പറയുന്നതിന് മുമ്പ് ഇന്റർഫേഷ്യൽ ആംഗിൾ എന്താണെന്നുള്ളത് നോക്കാം. സോ ഇവിടെ ഇതൊക്കെ ഓരോ ഫേസസ് ആണ്. ഫസ്റ്റ് ഡയഗ്രം നോക്കുക. ഫസ്റ്റ് ഡയഗ്രത്തിൽ ഇതൊക്കെ ഓരോ ഫേസസ് ആണ് അല്ലേ? ഈ 6 ഫേസസ് ഉണ്ട്. സോ ഈ ഫേസസ് തമ്മിലുള്ള ആംഗിളിനാണ് നമ്മൾ ഇന്റർഫേഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, the angle between the corresponding crystal faces remains the same for a given substance, no matter how the faces develop. അതായത് ഒരു ക്രിസ്റ്റൽ, ഒരു പ്രത്യേക ക്രിസ്റ്റൽ, ആ ക്രിസ്റ്റലിന് പല ഷേപ്പുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് ആ ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നതിനനുസരിച്ച്, ആ ക്രിസ്റ്റൽ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന് പല ഷേപ്പുകളായിരിക്കും ഉണ്ടാവുക. ലൈക്ക് ഈ ഇമേജിൽ കാണുന്ന പോലെ പലതരത്തിലുള്ള ഷേപ്പുകളായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ പലതരത്തിലുള്ള ഷേപ്പുകളാണെങ്കിലും ഇതൊക്കെ സെയിം ക്രിസ്റ്റലിൻ്റെ ഭാഗങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ആണെങ്കിൽ, അതിൻ്റെ ഇൻ്റർഫേഷ്യൽ ആംഗിൾ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഈ ഷേപ്പ് ആണെങ്കിലും ശരി, ഈ ഷേപ്പ് ആണെങ്കിലും ശരി, ഇതാണെങ്കിലും ശരി. സോ ഷേപ്പ് ഡസൻറ്റ് മാറ്റർ. അതായത് ആ ഫേസസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നേയില്ല. അതിൻ്റെ ഇൻ്റർഫേഷ്യൽ ആംഗിൾസ് ഓഫ് എ ഗിവൺ സബ്സ്റ്റൻസ്, സെയിം സബ്സ്റ്റൻസ്, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ പറയാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് എ ക്രിസ്റ്റൽ may vary with the conditions under which the crystallization occurs, but the angles between the faces are always constant. ഷേപ്പ്, സൈസ്, ഇതൊക്കെ അത് ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സിൽ അതിന് പല സൈസും പല ഷേപ്പൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് സെയിം മെറ്റീരിയൽ ആണെങ്കിൽ, സെയിം ക്രിസ്റ്റൽ ആണെങ്കിൽ, അതിൻ്റെ ഇൻ്റർഫേഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദിസ് ഇസ് ദ ലോ ഓഫ് കോൺസ്റ്റൻസി ഓഫ് ഇൻ്റർഫേഷ്യൽ ആംഗിൾസ്. സെക്കൻഡ് ലോ, the law of symmetry. The law of symmetry. സോ ഈ ലോ പറയുന്നതിൻ്റെ മുമ്പേ സിമെട്രി എന്താണെന്ന് അറിയണം, സിമെട്രി ഓപ്പറേഷൻ എന്താണെന്ന് അറിയണം, എലമെൻറ്റ്സ് ഓഫ് സിമെട്രി എന്താണെന്ന് അറിയണം. ഓക്കെ, സോ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് an object can have 2 or more spatial orientations that are indistinguishable from each other, then that object is said to have symmetry. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വാട്ടർ മോളിക്യൂൾ എടുക്കുക. ഓക്കെ, സോ ഈ വാട്ടർ മോളിക്യൂളിന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ബ്ലാക്ക് കളറിലും ഒന്ന് റെഡ് കളറിലും ഉള്ളത്. ഇത് ആക്ച്വലി ഇത് രണ്ടും ഒരേപോലെയാണ് അല്ലേ? സോ ഇവിടെ എന്താണ്? ഇഫ് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ഹാവ് 2 or more സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ. ഞാൻ ഈ മോളിക്യൂളിന്, വാട്ടർ മോളിക്യൂളിനെ ഞാൻ 180 ഡിഗ്രി തിരിക്കുമ്പം റെഡ് ഇപ്പുറത്തും ബ്ലാക്ക് ഇപ്പുറത്തുമായിട്ട് വരും. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ നൊട്ടേഷൻ ഇങ്ങനെ കൊടുത്തത്. അത് ഞാൻ ഈ റെഡ് ലാബിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇതാണോ ആദ്യത്തേതെന്ന് മനസ്സിലാവില്ല. സോ ഇതേപോലെ ഒരു ഒബ്ജക്റ്റിന് രണ്ടിൽ കൂടുതൽ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അത് തന്നെ എന്താണ്? അതിനെ തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റിന് സിമെട്രി ഉണ്ടെന്ന് പറയും. ഓക്കെ, ക്ലിയർ? ദെൻ സിമെട്രി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്പേഷ്യൽ ഓറിയൻറ്റേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 180 ഡിഗ്രിയിൽ ഒരു ആക്സിസിൽ, സെൻട്രൽ ആക്സിസിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഞാൻ രണ്ടിൽ കൂടുതൽ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ഓപ്പറേഷനാണോ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ഞാനിപ്പോൾ റൊട്ടേഷനാണ് ചെയ്തത്, ആക്സിസ് വഴിച്ചിട്ട്
റൊട്ടേറ്റ് ചെയ്തു. അതേപോലെ എന്ത് ഓപ്പറേഷനാണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സിമെട്രിക് ഓപ്പറേഷൻ എന്ന് പറയുക. So it is an action which when performed on an object yields a new orientation of it that is indistinguishable from the original, though not necessarily identical with it. Okay, so ഇവിടെ ഞാനൊരു ആക്സിസിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തു, അതാണ് ഓപ്പറേഷൻ, അതിനെയാണ് ആ സിമെട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ എലമെൻറ്റ്സ് ഓഫ് സിമെട്രി. Elements of symmetry എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ a geometrical entity such as a line, a plane or a point with respect to which a symmetry operation is carried out. അതായത് ഇപ്പം ഞാൻ ഇവിടെ എടുത്ത ഓപ്പറേഷൻ ഒരു ആക്സിസിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക ചെയ്തത്. സോ എലമെൻറ്റ്സ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ആക്സിസ് ആണ് ഞാൻ എടുത്തത്. ഓക്കെ, സോ ഒരു ആക്സിസിൽ വെച്ചിട്ടോ ഒരു ലൈൻ വെച്ചിട്ടോ ഒരു പ്ലെയിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പോയിന്റ് വെച്ചിട്ടോ ഞാനൊരു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ലൈൻ അല്ലെങ്കിൽ പ്ലെയിൻ അല്ലെങ്കിൽ ആ പോയിന്റിനെയാണ് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. അതായത് സിമെട്രി ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ് അതിനെയാണ് എലമെൻറ്റ്സ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. അത് 3 എലമെൻറ്റ്സ് ഓഫ് സിമെട്രി ആണുള്ളത്. ആക്സിസ് ഓഫ് സിമെട്രി അല്ലെങ്കിൽ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ്, അതാണ് നമ്മളിവിടെ ചെയ്തത്. ദെൻ പ്ലെയിൻ ഓഫ് സിമെട്രി, ദെൻ സെൻറ്റർ ഓഫ് സിമെട്രി. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, ആക്സിസ് ഓഫ് സിമെട്രി. An axis of symmetry is a line about which rotation through a certain angle brings into an orientation that is indistinguishable from the original. ഒരു ആക്സിസ് വെച്ചിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പുതിയൊരു സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ കിട്ടും. ആ പുതിയ ഓറിയൻറ്റേഷനും പഴയതും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതിനാണ് ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ഓർ ആൻ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് around which a rotation by 360 by n leaves an object in an orientation indistinguishable from the original. നമ്മൾ 360, അതായത് കംപ്ലീറ്റ്, ഇപ്പം ഞാൻ ഈ ഒരു ക്യൂബിനെ കംപ്ലീറ്റ് തിരിക്കുകയാണെങ്കിൽ 360 ഡിഗ്രി ഉണ്ടാവും. മാക്സിമം നമുക്ക് തിരിക്കാൻ പറ്റുന്നത് 360 ആണ്. അല്ലെങ്കിൽ 360 ഡിഗ്രി ബൈ n, അത്രയും നമ്മൾ തിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ പഴയതിൻ്റെ പോലെ തിരിച്ചറിയാൻ പറ്റാത്ത ഓറിയൻറ്റേഷൻ കിട്ടുവാണെങ്കിൽ ആ ഓപ്പറേഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെടുക്കാം. ഇതിനെ നമ്മൾ ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഫേസ് ഇതിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിലുള്ള ഭാഗം മുന്നോട്ടേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. സോ ഇവിടെ ഞാൻ എന്താ ചെയ്തത്, ഈ ആക്സിസിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 360/2 ആണ് അല്ലേ, 360/2 ആണ്. അതുകൊണ്ട് ഇതിനെ 2 ഫോൾഡ് ആക്സിസ് എന്നാണ് പറയുക, 2 ഫോൾഡ് ആക്സിസ്. ദെൻ ഇവിടെ എന്താ ചെയ്തത്, ഇതേപോലുള്ള ഭാഗം ഇതിനെ ഞാൻ 120 ഡിഗ്രി, അതായത് 360/3 120 ഡിഗ്രി ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സിമിലർ ഓറിയൻറ്റേഷൻ കിട്ടും. അതിനെ 3 ഫോൾഡ് എന്ന് പറയും. കാരണം 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, 360/3 ആണ്. ദെൻ ഇത് എളുപ്പമാണ്, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് വിഷ്വലൈസ് ചെയ്യാൻ. ഓക്കെ, ഇതിങ്ങനെ തിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തുതരാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ഒരു ഗ്രാഫിക്കലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഞാൻ ഈ 3 ഫോൾഡ് 4 ഫോൾഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി വിഷ്വലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു ക്യൂബാണ് അല്ലേ, ഈ ക്യൂബിൻ്റെ സെൻറ്റർ ഇതാണ്, ഇവിടെ ഒരു ആക്സിസ്. ഇതിനെ ഞാൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫേസ് ഇങ്ങോട്ടേക്ക് മാറി, ഈ ഫേസ് ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, സോ എന്താണ്, ഓരോ 90 ഡിഗ്രിയിലും നമുക്ക് സിമിലർ ആയിട്ടുള്ള ഇതേപോലെ തന്നെ ഉണ്ടാവും കാണാൻ അല്ലേ. അപ്പം 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, 360/4 ആണ് അല്ലേ. സോ നമ്മളതിനെ 4 ഫോൾഡ് ആക്സിസ് ഓഫ് സിമെട്രി എന്നാണ് പറയുക, 4 ഫോൾഡ് ആക്സിസ് ഓഫ് സിമെട്രി. സോ 2 ഫോൾഡ് ആക്സിസ് ഓഫ് സിമെട്രി, 3 ഫോൾഡ് ആക്സിസ് ഓഫ് സിമെട്രി, 4 ഫോൾഡ് ആക്സിസ് ഓഫ് സിമെട്രി. അങ്ങനെ നമുക്ക് ആക്സിസ് ഓഫ് സിമെട്രീനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Okay, so a cube possesses a total of 13 axes of symmetry.
ഒരു ക്യൂബിന് മൊത്തത്തിൽ 13 ആക്സസ് ഓഫ് സിമെട്രി ഉണ്ട്. ആ 13 എണ്ണത്തിൽ 3 എണ്ണം 4-fold ആക്സസ് ആണ്. 3 എണ്ണം 4-fold ആക്സസ് ആണ്, 4 എണ്ണം 3-fold ആക്സസ് ആണ്, ആൻഡ് 6 എണ്ണം 2-fold ആക്സസ് ഓഫ് സിമെട്രി ആണ്. ഓക്കെ, സോ അങ്ങനെ 6 4 10, 10 3 13, അത്രയും 13 ആക്സസ് ഓഫ് സിമെട്രി ഉണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വിഷ്വൽ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ദെൻ പ്ലെയിൻ ഓഫ് സിമെട്രി. സോ നേരത്തെ നമ്മൾ ആക്സിസ് ആണ് എടുത്തത്, ഇവിടെ ഞാനൊരു പ്ലെയിൻ ആണ് എടുക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഇമാജിനറി പ്ലെയിൻ which divides the crystal into 2 equal parts such that one is the mirror image of the other. So first figure നോക്കുക. സോ ഇവിടെ ഞാനൊരു നടുവിലൊരു പ്ലെയിൻ എടുത്തിട്ടുണ്ട്. ആ പ്ലെയിൻ എടുത്തിട്ട് ഇതിനെ ഞാനങ്ങ് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം, ഇമാജിൻ ചെയ്യുക. സോ ഇതിൻ്റെ ആ 2 പീസുകൾ തമ്മിൽ ഒരേപോലെ ഉണ്ടാവും, ഒന്നിൻ്റെ മിറർ ഇമേജ് ആയിട്ട് മറ്റേത് തോന്നും. ഓക്കെ, സോ ഇതിനെയാണ് പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്യൂബിന് ആക്ച്വലി 9 പ്ലെയിൻസ് ഓഫ് സിമെട്രി ഉണ്ട്. ഒന്ന് നമുക്ക് ഇങ്ങനെ, ഇതിനെ റെക്റ്റാങ്കുലർ പ്ലെയിൻ ഓഫ് സിമെട്രി എന്നാണ് പറയുക. ഓക്കെ, സോ ഒരു റെക്റ്റാങ്കുലർ പ്ലെയിൻ, 2 3. സോ 3 റെക്റ്റാങ്കുലർ പ്ലെയിൻ ഓഫ് സിമെട്രി. ഇതിനെ ഡയഗണൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്നാണ് പറയുക. ഇങ്ങനെ ഡയഗണലി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതും മിറർ ഇമേജ് പോലെ കാണും, ഒരേപോലെ ഉണ്ടാവും. സോ ഡയഗണലി നമുക്ക് 6 ഡയഗണൽസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ. സോ 6 ഡയഗണൽ റെക്റ്റാങ്കുലർ പ്ലെയിൻസ് ഓഫ് ഡയഗണൽ റെക്റ്റാങ്കുലർ, ഇതും റെക്റ്റാങ്കുലർ തന്നെയാണല്ലോ. 6 ഡയഗണൽ റെക്റ്റാങ്കുലർ പ്ലെയിൻസ് ഓഫ് സിമെട്രി, 3 റെക്റ്റാങ്കുലർ പ്ലെയിൻസ് ഓഫ് സിമെട്രി. സോ മൊത്തത്തിൽ നമുക്ക് 9 പ്ലെയിൻസ് ഓഫ് സിമെട്രി ഒരു ക്യൂബിൽ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? ദെൻ മൂന്നാമത്തെ സെൻറ്റർ ഓഫ് സിമെട്രി ഓർ ഇൻവേർഷൻ സെൻറ്റർ. സോ ഈ സെൻറ്റർ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞ് ഇതാണ് ക്യൂബിൻ്റെ സെൻറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇമാജിനറി പോയിന്റ്, ഇവിടെ ഇമാജിനറി പോയിന്റ് വിത്തിൻ ദ ക്രിസ്റ്റൽ സച്ച് ദാറ്റ് എനി ലൈൻ പാസിംഗ് ത്രൂ ദിസ് പോയിന്റ് ഇന്റർസെക്ട്സ് ദ ഓപ്പോസിറ്റ് ഫേസ് ഓഫ് ദ ക്രിസ്റ്റൽ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ്. ഞാൻ ഇവിടുന്ന് ഈ ഫേസിൽ നിന്ന്, അതായത് ഈ പോയിന്റിലൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണ് ഇങ്ങോട്ടേക്ക്. സോ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഈ ഫേസിൽ നിന്ന് സെൻറ്ററിലേക്ക് എത്ര ദൂരമാണോ അതേ ദൂരം കൃത്യമായിട്ട് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ ഇമാജിനറി പോയിന്റ് വിത്തിൻ ദ ക്രിസ്റ്റൽ സച്ച് ദാറ്റ് എനി ലൈൻ പാസിംഗ് ത്രൂ ദിസ് പോയിന്റ് intersects the opposite face of the crystal at equal distance. In other words, any line drawn through this point will intersect the surface at equal distance in both the directions. ഇങ്ങോട്ടേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, സോ എ ക്യൂബ് ഹാസ് 1 സെൻറ്റർ ഓഫ് സിമെട്രി. ഒരു ക്യൂബിന് എടുക്കുമ്പം നമ്മൾ ക്യൂബിൻ്റെ സെൻറ്റർ ഓഫ് സിമെട്രി സപ്പോസ് ഇവിടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ ആകുമ്പം ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കുമോ? അല്ല. സോ ഒരു ക്യൂബിന് ഒരൊറ്റ സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ടാവുള്ളൂ. ക്ലിയർ? ഓക്കെ, സോ ദെൻ നമ്മൾ ഇതുവരെ ലോ ഓഫ് സിമെട്രി പറഞ്ഞിട്ടില്ല. നമ്മൾ ലോ ഓഫ് സിമെട്രീൻ്റെ ഭാഗങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ലോ ഓഫ് സിമെട്രിയിൽ സിമെട്രി എന്താണ്, സിമെട്രി ഓപ്പറേഷൻ എന്താണ്, എലമെൻറ്റ്സ് ഓഫ് സിമെട്രി എന്താണെന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞത്. ഇനി ലോ ഓഫ് സിമെട്രി. ദ ലോ ഓഫ് സിമെട്രി സ്റ്റേറ്റ്സ് ദാറ്റ് all crystals of the same substance possess the same elements of symmetry. എന്താ പറയുന്നത്? all crystals of the same substance. ഇപ്പോൾ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡിൻ്റെ നിങ്ങൾ എവിടുന്ന് സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ സെയിം എലമെൻ്റ് ഓഫ് സിമെട്രി ആണ് ഉണ്ടാവുക. ഓൾ ക്രിസ്റ്റൽസ് ഓഫ് സോഡിയം ക്ലോറൈഡ് വിൽ ഹാവ്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ക്യൂബിക് ക്രിസ്റ്റലാണ്, വിൽ ഹാവ് 23 സിമെട്രി എലമെൻറ്റ്സ്. അത് നമ്മളിപ്പം ഇവിടുന്ന് പർച്ചേസ് ചെയ്താലും ശരി, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള സോഡിയം ക്ലോറൈഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ 23 സിമെട്രി എലമെൻറ്റ്സ് ഉണ്ടാവും. അതിൽ എത്ര എണ്ണം? ആക്സസ് ഓഫ് സിമെട്രി 13 ആക്സസ് ഓഫ് സിമെട്രി, 9 പ്ലെയിൻസ് ഓഫ് സിമെട്രി, 1 സെൻറ്റർ ഓഫ് സിമെട്രി. മൂന്നാമത്തെ ലോ, ദ ലോ ഓഫ് റാഷണൽ ഇൻഡിസസ്. സോ ഈ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 ടേംസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തത് ക്രിസ്റ്റലോഗ്രഫിക് ആക്സസ്, രണ്ടാമത്തത് യൂണിറ്റ് ഇൻ്റർസെപ്റ്റ്സ്.
സോ ക്രിസ്റ്റലോഗ്രഫിക് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്റ്റലിനെ നമ്മളൊരു 3 ഡയമെൻഷണൽ എൻറ്റിറ്റി ആയിട്ട് എടുക്കുക. സോ അതിൻ്റെ സ്ട്രക്ചർ പറയണമെങ്കിൽ നമ്മൾ ഈ സ്പേസിലുള്ള 3 ആക്സിസ്, എക്സ് ആക്സിസ് OX, Y ആക്സിസ് OY, OZ, ഈ ആക്സിസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പറയുക അല്ലേ. സോ ഇതിൽ ഒറിജിൻ O ആണ്. സോ ഇതിനെയാണ് ക്രിസ്റ്റലോഗ്രഫിക് ആക്സസ് എന്ന് പറയുന്നത്. ദെൻ അതിലുള്ള ഒരു റെഫറൻസ് പ്ലെയിനാണ് യൂണിറ്റ് ഇൻ്റർസെപ്റ്റ്സ് എന്ന് പറയുന്നത്, ഈ ABC. ഈ യൂണിറ്റ് ഇൻ്റർസെപ്റ്റ്സ് ഈ പ്ലെയിനിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രിസ്റ്റലിലുള്ള ബാക്കിയുള്ള പ്ലെയിൻസ്, അതൊക്കെ ഇതിൻ്റെ പാരലൽ ആയിട്ടുള്ള പ്ലെയിൻസ് ആയിരിക്കും, ആ പ്ലെയിൻസിൻ്റെ സ്ട്രക്ചറൽ കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഇതിനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ടായിരിക്കും. സോ ഈ ABCയിൽ OA എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് സ്മോൾ a ആണ്, OBൻ്റെ ലെങ്ത്ത് സ്മോൾ b ആണ്, OCയുടെ ലെങ്ത്ത് സ്മോൾ c ആണ്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആക്സിയൽ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമ ആണ്. ഓക്കെ. ദെൻ ഇനി ആ ലോ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ലോ ഓഫ് റാഷണൽ ഇൻഡിസസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇൻ്റർസെപ്റ്റ്സ് ഓഫ് എനി പ്ലെയിൻ ഓഫ് എ ക്രിസ്റ്റൽ. ഇൻ്റർസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റലിൻ്റെ ഈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഭാഗം, ഇതാണ് ഇതിൻ്റെ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു പ്ലെയിൻ അല്ലേ, എനി പ്ലെയിൻ ഓഫ് എ ക്രിസ്റ്റൽ അലോങ് ദ ക്രിസ്റ്റലോഗ്രഫിക് ആക്സസ്, ഇതിൻ്റെ പ്ലെയിൻ ഈ എനി പ്ലെയിൻ ഓക്കെ ആർ ഐദർ ഈക്വൽ ടു ദ യൂണിറ്റ് ഇൻ്റർസെപ്റ്റ്സ്, ഒന്നെങ്കിൽ ഇതിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സം സിമ്പിൾ റാഷണൽ നമ്പർ മൾട്ടിപ്പിൾസ് ഓഫ് ദം, ഇതിൻ്റെ വാല്യൂൻ്റെ സം റാഷണൽ നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ഇതിന് പാരലൽ ആയിട്ടുള്ള ബാക്കിയുള്ള പ്ലെയിൻസുകളെല്ലാം. ക്ലിയർ ആയോ? ഓക്കെ. സോ ഇതിൻ്റെ വാല്യൂസിൻ്റെ ഇൻറ്റു മൾട്ടിപ്പിൾസ് ഓഫ് സം റാഷണൽ നമ്പർ, അതായത് ഇതിപ്പം 2A 2B 2C അല്ലെങ്കിൽ A 2B 2C, അങ്ങനെ സം മൾട്ടിപ്പിൾസ് ഓഫ് ഇതിൻ്റെ വാല്യൂസ് ആയിരിക്കും ബാക്കി വരുന്ന പാരലൽ ആയിട്ടുള്ള പ്ലെയിൻസിൻ്റെ വാല്യൂസ് എന്നാണ് ദ ലോ ഓഫ് റാഷണൽ ഇൻഡിസസ് പറയുന്നത്. ഓക്കെ. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഇൻ്റർസെപ്റ്റിൻ്റെ ആക്സിയൽ റേഷ്യോ എന്ന് പറയുന്നത് A:B:C, where A is the OA ലെങ്ത്, ഞാൻ ആദ്യം പറഞ്ഞു. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OB, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OC. സോ അതിൻ്റെ ലെങ്ത്തിൻ്റെ റേഷ്യോ ആണ് ആക്സിയൽ റേഷ്യോ എന്ന് പറയുക, A:B:C, where A, B, C are unit intercepts along the crystallographic axis X, Y and Z. According to the law, the ratio of the intercepts of any crystal plane, ബാക്കിയുള്ള ഏതൊരു ക്രിസ്റ്റൽ പ്ലെയിൻ on the crystallographic axis is given by PA, QB, RC, where P, Q, R are the rational numbers called Weiss coefficients or Weiss indices. So ബാക്കിയുള്ള ഏതൊരു ക്രിസ്റ്റൽ പ്ലെയിനിൻ്റെയും ആ ഒരു ഇൻ്റർസെപ്റ്റ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തതിനെ ഒരു റാഷണൽ നമ്പർ കൊണ്ട് PQR എന്നുള്ള റാഷണൽ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. സോ ഈ ഒരു മൾട്ടിപ്പിൾ ചെയ്യുന്ന റാഷണൽ നമ്പറിനെയാണ് നമ്മൾ വെയ്സ് കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ വെയ്സ് ഇൻഡിസസ് എന്ന് പറയാം. ഓക്കെ. സോ ഇത്രയാണ് നമ്മളുടെ 3 laws of crystallography. ഓക്കെ.